സംസാരിക്കുന്നത് ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നാടോടി ചിത്രകലയും ക്ലാസിക്കൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. ആദ്യം നാടോടി ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സർപ്പകളങ്ങൾ നമ്മുടെ പ്രാചീന ചിത്രകലയുടെ പ്രാഗ്രൂപങ്ങളാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ കൊണ്ടാണ് വർണ്ണവൈവിധ്യം ചിത്രകലയിൽ സംജാതമാക്കുന്നത്. പ്രാക്തന ജനതയുടെ വർണ്ണബോധത്തിനും വിശാലമായ ഭാവനയ്ക്കും നിദർശനങ്ങളാണ് ഇത്തരം ചിത്രകലാലേഖനങ്ങൾ. വെള്ള നിറത്തിന് അരിപ്പൊടി, കറുപ്പിന് കരിപ്പൊടി, പച്ചയ്ക്ക് ഇലപ്പൊടി, മഞ്ഞ നിറം മഞ്ഞളിൽ നിന്ന് മഞ്ഞളും ചുണ്ണാമ്പ് ചേർന്ന് ചുവപ്പ് എന്നിങ്ങനെ 5 തലങ്ങളിലുള്ള ധൂളി ചിത്രങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത്. ഇത്തരം പഞ്ചവർണ്ണ പൊടികളുടെ ജീവസുറ്റ നാഗയക്ഷിയും നാഗകന്യകയും അഷ്ടനാഗങ്ങളും നാഗഭൂതവുമൊക്കെ ഉരുവം കൊള്ളുന്നു. ഇവയിൽ ചിലതിനൊക്കെ മനുഷ്യരൂപവുമായി സാമ്യമുണ്ടെങ്കിലും പാമ്പുകൾ പരസ്പരം പിണഞ്ഞു കിടക്കുന്ന ജാമിതീയ രൂപനിർമ്മിതിയിൽ പ്രകൃതി നിരീക്ഷണ പാഠവും കലാവിരുദ്ധം അതിരുറ്റ സങ്കല്പ വിശേഷങ്ങളും പരസ്പരം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. നാളികേര തൊണ്ടുകൊണ്ടുണ്ടാക്കിയ കളക്കുടുക്കുകളിൽ നിന്ന് തൂളികളെടുത്ത് തറയിൽ അവധാനതയോടെ ഉതിർത്ത് രൂപങ്ങൾ തീർക്കുന്നതാണ് നമ്മുടെ പ്രാചീന ചിത്ര നിർമ്മാണ രീതി. നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ്. കണ്ണൻ ചിരട്ടയും ഓലക്കീറും പാളകഷ്ണങ്ങളും ചിത്രരചനയ്ക്കുള്ള പ്രധാന ഉപകരണങ്ങളായിരുന്നു. പുള്ളുവന്മാരുടെ നാദവൈചിത്ര്യങ്ങളും ഗാനശീലികളും നാഗക്കളം ചേർന്ന് കണികൾ സൃഷ്ടിക്കുന്ന മാസ്മരിക അന്തരീക്ഷം നാഗലോക പ്രതീതി ഉളവാക്കുന്നു. ഇത്തരം സൃഷ്ടി നടത്തുന്ന കലാകാരന്മാരുടെ ഭാവനയ്ക്കും വൈവിധ്യത്തിനും അനുസൃതമായി നാഗചിത്രങ്ങൾ തനിമയുറ്റതും വൈവിധ്യമുള്ളതുമാകും. വണ്ണാന്മാരുടെ കുറുന്തിനിപ്പാട്ടിൽ സർപ്പപ്രീതിക്കായി കളമെഴുതാറുണ്ട്. പഞ്ചവർണ്ണ പൊടികളാണ് ഇവിടെയും ചിത്രം വരയ്ക്കുന്നത്. രേഖകൾക്കിടയിൽ ആവശ്യമായ വർണ്ണപ്പൊടി വരത്തിയിടുന്ന സമ്പ്രദായമാണ് ആദ്യകാല ചിത്രങ്ങൾ സ്വീകരിച്ചിരുന്നത്. അത് കാണാം. പുള്ളുവന്മാരുടെയും വണ്ണാന്മാരുടെയും മിക്ക ചിത്രങ്ങളിലും ഈ പരന്ന രചനാശൈലി ഇപ്പോഴുമുണ്ട്. ചാണകം മെഴുകി വെടിപ്പാക്കിയ നിലത്ത് വർണ്ണപ്പൊടികളാൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കളമെഴുത്തും പാട്ടിലെ ദാരിക നിഗ്രഹം നടത്തിയ ഭദ്രകാളിയുടെ ചിത്രം ആലേഖനം ചെയ്യുന്നു. പഞ്ചവർണ്ണ പൊടികളാൽ 16 കൈകൾ വരെയുള്ള കാളി ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. ആദ്യകാലങ്ങളിൽ 64 കൈകളുണ്ടായിരുന്നു കാളി ചിത്രത്തിനുണ്ടായിരുന്നത്. കാളിയുടെ സ്ഥലങ്ങൾ പുന്നല്ല് കുമ്പാരം കൂട്ടിയാണ് നിർമ്മിക്കുന്നത്. കാർഷിക സമൃദ്ധിയെക്കുറിച്ചുള്ള ഗ്രാമീണ മനസ്സിൻ്റെ സങ്കല്പമാണ് ഇതിനടിത്തറ. അരിപ്പൊടിയും ഇതിനായി ഉപയോഗിക്കാറുണ്ട്. കുറുപ്പന്മാരും നമ്പ്യാന്മാരുമാണ് ഈ ധൂളി ചിത്രങ്ങൾക്ക് പിന്നിൽ. ഭദ്രകാളി കളങ്ങൾ ഒരു നിറത്തിനുമേൽ മറ്റൊരു വർണ്ണപ്പൊടി കൂടിയിട്ട് ചിത്രരൂപം പ്രതലത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതായി തോന്നിക്കുന്ന വിധത്തിൽ ഘനസ്വഭാവം ചിത്രത്തിന് വരാൻ പാകത്തിലുള്ള ഷെയ്ഡ് വിദ്യയാണ് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലത്ത് ഭഗവതി ക്ഷേത്രങ്ങളിൽ കളമ്പാട്ട് നടത്തുമ്പോൾ നിലത്ത് ചിത്രങ്ങളാക്കി രൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം കാളി ചിത്രങ്ങളിൽ പ്രാദേശിക വ്യത്യാസം ഉണ്ടാകും. മുടിയേറ്റ് എന്ന കലാരൂപത്തിലും അലങ്കരിച്ച പന്തലിൽ പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് ഭദ്രകാളി കളം തീർക്കും. വേതാള പുറത്തു കയറി ദാരിക ശിരസ് അറുത്ത് മുടി ചുറ്റി തൂക്കി പിടിച്ചുള്ള കാളിയുടെ രൂപമാണ് ഇവിടെ കളം. കുറുപ്പന്മാരാണ് ചിത്രം വരയ്ക്കുന്നത്. മധ്യകേരളത്തിലെ ഭദ്രകാളി തീയാട്ടിലും ഈ രചനാ വൈഭവം കാണാം. ഗോത്ര ചിത്രകലയുടെ പൊതുസ്വഭാവങ്ങൾ ഇത്തരം ചിത്രകലയിൽ കാണാനാകും. സന്താനലബ്ധിക്കും രോഗപ്രതിരോധത്തിനും ഐശ്വര്യത്തിനും കാർഷിക സമൃദ്ധിക്കുമാണ് യുക്തിക്ക് സ്ഥാനമില്ലെന്ന് തോന്നുന്ന മനോധർമ്മത്തിൽ അധിഷ്ഠിതമായി ഇത്തരം കളമെഴുത്ത് നടത്താറുള്ളത്. 12 വർഷത്തിലൊരിക്കൽ വൈക്കം ക്ഷേത്രത്തിൽ നടത്തുന്ന കളമെഴുത്തും വടക്കും പുറത്ത് പാട്ടിൽ 64 കൈകളുള്ള ആഭരണ വിഭൂഷിതയ ഭദ്രകാളിയുടെ വളരെ വലിയ ധൂളി ചിത്രമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 5 പറ നെല്ലും 5 പറ അരിയും കാളീസ്ഥല നിർമ്മിതിക്ക് വേണ്ടിവരും. കേരളത്തിലെ ഏറ്റവും വലിയ ധൂളി ചിത്രമാണിത്. അമ്മ ദൈവങ്ങളെപ്പോലെ തന്നെ അയ്യപ്പൻ, കിരാതൻ, വേട്ടയ്ക്കൊരു മകൻ എന്നിവരുടെ ചിത്രം വരച്ച് ആരാധിക്കാറുണ്ട്. വേട്ടയ്ക്കൊരു മകൻ കറുത്ത താടിക്കാരനായ വില്ലാളി വീരനായാണ് ചിത്രീകരിക്കുന്നത്. കാളി ചിത്രത്തിലെ വർണ്ണത്തിൻ്റെയും രൂപത്തിൻ്റെയും സ്വാധീനം 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ആലേഖനം ചെയ്യപ്പെട്ട ചുവർ ചിത്രങ്ങൾ കാണാം. കളമെഴുത്ത് കലയിൽ നിന്നാവണം കഥകളി വേഷങ്ങളിലും കഥകളിയിലെ ചുട്ടിയും മുഖത്തെ തേപ്പും വരയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അനുഷ്ഠാന കർമ്മത്തോടനുബന്ധിച്ച് രൂപപ്പെടുത്തുന്ന ധൂളി ചിത്രങ്ങൾക്ക് ചൈതന്യം പകരാൻ സ്തുതിഗീതങ്ങളും മന്ത്രോച്ചാരണവും ഒക്കെ ആവശ്യം വേണ്ടതാണ്. അഗ്നിപുരാണത്തിലെ ചിത്രങ്ങളെക്കുറിച്ചും അവയ്ക്ക് ഉപയോഗിക്കുന്ന നിറങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നുണ്ട്. തന്ത്രികർമ്മങ്ങളിൽ നിറപ്പകട്ടുള്ള കളങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തവയാണ്. വർത്തമാനകാലത്ത് ആധുനിക ചിത്രകലയിൽ വന്ന താന്ത്രിക് ആർട്ട് പ്രാക്തന കാലത്ത് താന്ത്രിക ചിഹ്നങ്ങൾക്ക് രൂപപരിണാമം സംഭവിച്ചതാണ്. ഇനി ക്ലാസിക്കൽ ചിത്രകലയെ പറ്റിയാണ്. ഇന്ത്യൻ ചിത്രകലയെ പറ്റിയുള്ള പ്രധാന ഗ്രന്ഥം വിഷ്ണുധർമ്മോത്തര പുരാണമാണ്. കേരളത്തിലെ ചിത്രകലാ പാരമ്പര്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഗുഹാചിത്രങ്ങൾക്കാണ് ഏറെ പ്രാമുഖ്യവും പഴക്കവും. മറയൂർ ഗുഹയിലെ ചിത്രങ്ങൾ വെള്ള, ചുവപ്പ്, തവിട്ട് നിറത്തിലുള്ള ചേടിക്കല്ലുകളും കരിക്കട്ടയും ഉപയോഗിച്ച് പാറ കൊണ്ട് നിർമ്മിതമായ ഗുഹയിൽ ഉരച്ച് നിർമ്മിച്ചതാണെന്ന് പണ്ഡിതമതം. ഇതിൽ ആന, കുതിര, കാള, കാട്ടുപോത്ത്, നർത്തകരായ മനുഷ്യരൂപങ്ങൾ ഒക്കെ ലാളിത്യത്തോടെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ സൂര്യനും പൂക്കളും മൃഗരൂപങ്ങളും മാന്ത്രിക ചതുരങ്ങളും വേട്ടയാടുന്ന മനുഷ്യരും സ്വസ്തിക് ചിഹ്നവുമാണ് ഉൾക്കൊള്ളുന്നത്. നിലത്ത് വർണ്ണധൂളി കൊണ്ട് വരച്ച് ആരാധന നടത്തുന്ന അനുഷ്ഠാന കലയാണ് കളമെഴുത്ത്.
പ്രകൃതിദത്തമായ വസ്തുക്കളിലാണ് ഇതിനുവേണ്ട വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്നത്. ചെങ്കല്ല്, കരി, ചുണ്ണാമ്പ്, മഞ്ഞൾ എന്നിവ കൊണ്ട് നിലത്തും പാളയിലും മുറത്തുമൊക്കെ ഇഷ്ടദേവതകളുടെ കോലങ്ങൾ വരച്ചിരുന്ന രീതിയാണിത്. കളമെഴുത്തിൽ നിലത്ത് മഞ്ഞ, ചുമപ്പ്, വെള്ള, പച്ച, കറുപ്പ് തുടങ്ങിയ വർണ്ണപ്പൊടി വിതറി ദേവീദേവന്മാരുടെയും ജന്തുക്കളുടെയും രൂപങ്ങൾ വരയ്ക്കുന്നു. നാളികേരത്തൊണ്ടുകൊണ്ടുണ്ടാക്കിയ കുടുക്കകളിൽ നിന്ന് പൊടികളെടുത്ത് തറയിൽ ഉതിർത്താണ് ചിത്രമെഴുത്ത് നടത്തുന്നത്. കണ്ണൻ ചിരട്ടയും പാളത്തുണ്ടുകളും ഓലക്കരുമെല്ലാം ചിത്രരചനയ്ക്കുള്ള ഉപകരണങ്ങളായിരുന്നു. അനുഷ്ഠാന കലയായ കളമെഴുത്തിൽ നിന്നാണ് ചുവർച്ചിത്രകലയ്ക്ക് പ്രചോദനം ലഭ്യമായത്. വരയിലും പൊടിയാലുള്ള ആവിഷ്കരണത്തിലും കേരള തനിമയാർന്ന ആലേഖന ശൈലിയാണ് ചുവർച്ചിത്രകലയ്ക്കുള്ളത്. ഇതിഹാസകൃതികളുടെയും ഭാഗവതത്തിലെയും വൈകാരിക മുഹൂർത്തങ്ങളാണ് ഇതിലെ ഇതിവൃത്തം. ആറ്റിങ്ങൽ, കൃഷ്ണപുരം, പത്മനാഭപുരം, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ കൊട്ടാരങ്ങളുടെയും ഏറ്റുമാനൂർ, കോട്ടയ്ക്കൽ, തിരുവഞ്ചിക്കുളം തുടങ്ങിയ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും അങ്കമാലി, പാലിയക്കര, കാഞ്ഞൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെയും ഭിത്തിച്ചിത്രങ്ങൾ പ്രസിദ്ധമാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷമാണ് ഏറ്റവും വലിപ്പമുള്ള ചുവർ ചിത്രകല. 14ാം നൂറ്റാണ്ടിൽ നാരായണലാൽ വിരചിതമായ തന്ത്രസമുച്ചയത്തിലും 16ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ശ്രീകുമാരൻ രചിച്ച ശില്പരത്നത്തിലും കേരളത്തിലെ ചുവർ ചിത്ര നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കുമ്മായവും മണലുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുമ്മായവുമായി പ്രതിപ്രവർത്തിക്കാത്ത ചായങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് കുമ്മായവും മണലും പഞ്ഞിയും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് അരച്ച് കുഴമ്പ് പരുവത്തിൽ നേരത്തെ തയ്യാറാക്കിയിരുന്ന ചുമരിൽ തേച്ച് പിടിപ്പിക്കും. പിന്നീട് കരിക്കിൻ വെള്ളത്തിൽ ചുണ്ണാമ്പ് കലക്കി പൊട്ടാമ എന്ന മരത്തിൻ്റെ തോൽ ചതച്ച് ബ്രഷിനാൽ 30 തവണയോളം തേക്കുന്നു. ഒരു പുളിയില കനത്തിലാണ് അത് ചെയ്യുന്നത്. നീല അമരിച്ചെടിയുടെ ഇലച്ചാറിൽ നിന്നും കനങ്ങൾ കുറഞ്ഞ കല്ലുകൾ അരച്ച് ചുമപ്പും മഞ്ഞയും വർണ്ണങ്ങളും, എരിവിക്കറയിൽ നിന്ന് പച്ച നിറവും, എണ്ണത്തിരി കത്തിച്ച് കമഴ്ത്തി വെച്ച് മൺകുടത്തിൽ നിന്ന് കറുപ്പ് നിറവും ഉണ്ടാക്കുന്നു. ഓരോ വർണ്ണപ്പൊടിക്കുമൊപ്പം പശിമയ്ക്കായി വേപ്പിൻ പശ ചേർക്കും. ചുമരിലുള്ള വെള്ള നിറത്തിലാണ് ചിത്രാലേഖനം. പച്ച, നീല നിറങ്ങൾ ചെയ്യേണ്ട ഭാഗത്ത് തുരിശ് വെള്ളത്താൽ കഴുകും. തിരുവനന്തപുരം ആർട്ട് ഗാലറിയിൽ കേരളത്തിലെ ചുവർ ചിത്രങ്ങളുടെ മാതൃകകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂരിലെ മ്യൂറൽ ആർട്ട് സെൻറ്റർ ചുവർ ചിത്രങ്ങളുടെ പഠനവിധേയമാക്കുന്ന സ്ഥാപനവുമാണ്. കഥകളിക്കും ചിത്രകലയ്ക്കും അഭേദ്യമായ ബന്ധമാണുള്ളത്. ആദിമമായ വർണ്ണരൂപ വിന്യാസ പ്രക്രിയയിൽ നിന്നും കാലക്രമത്തിൽ രൂപപ്പെട്ടു വന്നതാണിത്. കഥകളിയിൽ ഓരോ വേഷത്തിൻ്റെയും മുഖത്തേപ്പിന് വ്യത്യാസമുണ്ട്. മുഖത്തേപ്പും ചുട്ടിയുമൊക്കെ ചേർന്ന കഥകളി വേഷത്തിൽ ചിത്രമെഴുത്തിൻ്റെ വശ്യഭംഗിയാണ് പ്രകടമാകുന്നത്. മുഖത്തേപ്പിന് ചുറ്റും ചുട്ടികുത്തും. കഥാപാത്ര സ്വഭാവത്തിനനുസരിച്ചാണ് ചുട്ടികുത്തൽ. സാത്വികത്തിന് പച്ച, രജസത്തിന് കത്തി, നെടുങ്കത്തി, കുറുങ്കത്തി, താമസത്തിന് താടി, ദുശാസനന് ചുവപ്പ്, കാട്ടാളൻ, കലി എന്നിവർക്ക് കറുപ്പ്, വാനരവേഷത്തിന് വെളുപ്പ് എന്നിങ്ങനെയാണിത്. സ്ത്രീവേഷങ്ങൾക്ക് മുഖം മിനുക്കി, കണ്ണെഴുതിയാൽ മിനുക്കായി. മിനുക്കൽ ബ്രാഹ്മണനും മഹർഷിമാരും പെടും. വൃദ്ധ, കാള, അങ്കദൻ തുടങ്ങിയ വേഷങ്ങൾക്ക് മാസ്ക് ഉപയോഗിക്കാറുണ്ട്. കേരളീയമായ കലാപാരമ്പര്യത്തിന് പാറക്കല്ലുളവാക്കുന്ന കൊത്തുചിത്രപ്പണികളും പ്രത്യക്ഷോദാഹരണങ്ങളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം, ശുചീന്ദ്ര ക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലെ പാറക്കല്ലിലെ കൊത്തുചിത്രപ്പണികൾ അതീവ മനോഹരങ്ങളാണ്. ഇതൊക്കെ കൂടാതെ പുരാണേതിഹാസങ്ങളുടെ വിഷയങ്ങളെ പ്രമേയമാക്കി യഥാർത്ഥവും ജീവചൈതന്യം തുളുമ്പുന്നതുമായ ചിത്രാലേഖനത്തിലൂടെ വിഖ്യാതനായ രാജാ രവിവർമ്മ ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോക ചിത്രകലാ പ്രദർശനത്തിൽ 1ാം സമ്മാനം അർഹമായ ഭാരതീയ ചിത്രകാരനാണ് രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ ഹംസ ദമയന്തി സംവാദം, അമ്മയും കുഞ്ഞും, പാൽക്കാരി, അച്ഛൻ അതാ വരുന്നു, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ദ്രൗപദി വിരാട സദസ്സിൽ, ശകുന്തളയുടെ പ്രേമലേഖനം, കാദംബരി തുടങ്ങിയ ചിത്രങ്ങളാണ്. സ്ത്രീകളുടെ മനോഹാരിതയാർന്ന വസ്ത്രധാരണ രീതി കാണാവുന്നതാണ്. കഥകളി, മോഹിനിയാട്ടം മുതലായ ക്ലാസിക് കലാരൂപങ്ങളിൽ വേഷവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയ 1950-60കളുടെ വേഷം അവിടെ പുതുക്കി നിശ്ചയിച്ചത് രവിവർമ്മ ചിത്രങ്ങളുടെ വസ്ത്രധാരണ ശൈലിയെ ആസ്പദമാക്കിയായിരുന്നു. നമ്മുടെ പുരാണങ്ങൾക്കും കാവ്യങ്ങൾക്കും അദ്ദേഹം ദൃശ്യഭംഗി പകർന്ന് കാഴ്ചകളെ അനുഭൂതി സാന്ദ്രമാക്കി.